VT മലയാളത്തിലേക്ക് സ്വാഗതം. വിപണിയിലെ വമ്പൻ സ്രാവുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മിക്കവാറും പുരുഷന്മാരുടെ പേരുകളാണ് ഓർക്കാറുള്ളത്. എന്നാൽ ഇന്ത്യൻ ഓഹരി വിപണിയുടെ ചരിത്രം മാറ്റി എഴുത കരുത്തുറ്റ സ്ത്രീകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിക്ഷേപ ലോകത്തെ ഇതിഹാസമായ രേഖ ജുൻജുൻവാല, വിപണിയുടെ ചലനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന ഡോളി ഖന്ന, ഒരു സ്റ്റാർട്ടപ്പിലൂടെ കോടിക്കണക്കിന് രൂപയുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത നൈക്ക ഫൗണ്ടർ ഫാൽഗുനി നായർ, പ്രതിസന്ധികളിൽ തളരാതെ കഫേ കോഫിയുടെ എന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച മാളവിക ഹെഗ്ഡെ, ഇവരൊക്കെ വെറും പേരുകളല്ല, നിക്ഷേപ ലോകത്തെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകങ്ങളാണ്. ഇന്ന് വിപണിയിലെ ഓരോ 4 നിക്ഷേപകരിൽ ഒരാൾ സ്ത്രീയാണെന്നത് ചെറിയ കാര്യമല്ല. കൃത്യമായ പ്ലാനിങ്ങും ക്ഷമയും അച്ചടക്കവും കൈമുതലായുള്ള സ്ത്രീകൾ നിക്ഷേപ ലോകത്ത് വിസ്മയങ്ങൾ തീർക്കുകയാണ്. ഈ വനിതാ ദിനത്തിൽ നമ്മുടെ വിപണിയെയും സാമ്പത്തിക രംഗത്തെയും മാറ്റി എഴുതുന്ന നാരീശക്തിയെക്കുറിച്ച് നമുക്ക് ആഘോഷിക്കാം. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ 25% നിക്ഷേപകരും ഇന്ന് സ്ത്രീകളാണ്. സാമ്പത്തിക തീരുമാനങ്ങളിൽ 56% ഇന്ന് സ്ത്രീകൾ സ്വന്തമായി എടുക്കുന്നുണ്ട്. നിക്ഷേപങ്ങളിൽ സ്ത്രീകൾ കൂടുതൽ അച്ചടക്കം കാണിക്കുന്നതായും അനാവശ്യ റിസ്കുകൾ ഒഴിവാക്കുന്നതായും പഠനങ്ങൾ പറയുന്നുണ്ട്. റിസ്കിനെ കുറിച്ച് പറയുമ്പോൾ പൊതുവെയുള്ള രീതി നോക്കാം. വിപണി ചുവപ്പണിഞ്ഞാൽ ഇതാണ് വാങ്ങാൻ പറ്റിയ സമയമെന്ന് നമ്മൾ എല്ലാവരും പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? വിപണി ഇടിയുമ്പോൾ പേടിച്ച് ഉള്ള ഓഹരികൾ വിറ്റൊഴിക്കുകയും വിപണി മുകളിലേക്ക് കയറുമ്പോൾ ആവേശമൂത്ത് കൂടുതൽ ഓഹരികൾ വാങ്ങുകയും ചെയ്യുന്നതാണ് നമ്മുടെ രീതി. നിക്ഷേപകർ പണമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഈ ഗട്ട് ഫീലിംഗ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. വിപണി ഇടിയുമ്പോൾ ബൈ ദ ഡിപ്പ് അഥവാ വില കുറയുമ്പോൾ ഓഹരികൾ വാങ്ങുക എന്നത് വളരെ ലളിതമായ ഒരു തന്ത്രമായി തോന്നാം. എന്നാൽ പ്രായോഗികമായി ഇതിന് മുതിരുമ്പോൾ മിക്ക നിക്ഷേപകരും പരാജയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ബുദ്ധിമാന്മാരായ നിക്ഷേപകർ പോലും വിപണി ഇടിയുമ്പോൾ പേടിച്ച് ഓഹരികൾ വിറ്റൊഴിക്കുന്നത്? ഇതിന് പിന്നിൽ നമ്മുടെ തലച്ചോറിന്റെ ചില പ്രത്യേകതകളുണ്ട്. ലോസ് അവേഷൻ ആണ് ഇതിലാദ്യം. അതായത് മനുഷ്യ മനഃശാസ്ത്രം അനുസരിച്ച് ഒരു ലാഭം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെക്കാൾ ഇരട്ടി വേദനയാണ് ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. വിപണി താഴേക്ക് പോകുമ്പോൾ നമ്മുടെ തലച്ചോറ് അതിനൊരു അവസരമായല്ല, മറിച്ച് അപകടമായാണ് കാണുന്നത്. ഈ ഭയം യുക്തിരഹിതമായ തീരുമാനങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നു. റീസൻസി ബയാസ് ആണ് അടുത്തത്. വിപണി തുടർച്ചയായി ഇടിയുമ്പോൾ ഇത് ഇനിയും താഴേക്ക് പോകും, അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വിശ്വസിക്കുന്ന പ്രവണതയാണിത്. നിലവിലെ സാഹചര്യം എന്നേക്കും തുടരുമെന്ന തെറ്റായ ധാരണയിൽ നമ്മൾ പരിഭ്രാന്തരാകുന്നു. ഡിപ്പ് ട്രാപ്പും ഒരു റീസൺ ആണ്. എല്ലാ ഇടിവും വാങ്ങാനുള്ള അവസരമല്ല. ഒരു കമ്പനിയുടെ ബിസിനസ് മോഡൽ തന്നെ തകരുമ്പോഴുള്ള ഇടിവും വിപണിയിലെ താൽക്കാലികമായ തിരുത്തൽ അഥവാ കറക്ഷൻ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയേണ്ടതുണ്ട്. ബിസിനസ് ശക്തമാണെങ്കിൽ മാത്രം ഇടിവിനെ അവസരമായി കാണുക. ഇവിടെ നമുക്കൊന്ന് പോസ് ചെയ്യാം. എങ്ങനെയാണ് ഈ വ്യത്യാസം തിരിച്ചറിയുക? നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി ചെയ്ത വീഡിയോകളിൽ അനാലിസിസ് ചെയ്യുന്നതിനുള്ള ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു മാത്രമേ നമുക്ക് വ്യത്യാസം കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അതല്ലാതെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഒരു ലളിതമായ ട്രിക്ക് പറഞ്ഞുതരാം. സ്മാർട്ട് മണി എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ വിപണിയിലെ വമ്പൻ നിക്ഷേപകർ, ഉദാഹരണത്തിന് ഡോളി ഖന്ന അല്ലെങ്കിൽ മറ്റു പ്രമുഖർ, അവർ ഏതൊക്കെ ഓഹരികളാണ് പണം നിക്ഷേപിക്കുന്നതെന്ന് നമുക്ക് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. ഇതിനെ സൂപ്പർ സ്റ്റാർ പോർട്ട്ഫോളിയോ ട്രാക്കിംഗ് എന്ന് വിളിക്കാം. പക്ഷെ ഒരു കാര്യം മറക്കരുത്, അതൊരു ബ്ലൈൻഡ് കോപ്പി അടിച്ചു വാങ്ങലല്ല, മറിച്ച് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ഫിൽട്ടർ മാത്രമായി കാണുക. അവർ ഒരു ഓഹരി വാങ്ങിയത് കൊണ്ട് മാത്രം കണ്ണും പൂട്ടി വാങ്ങരുത്. അവർ എന്തിനാണത് വാങ്ങിയതെന്ന് ചെറുതായി ഒന്ന് പഠിക്കുന്നത് നിങ്ങളുടെ അറിവും വർദ്ധിപ്പിക്കും. ഡോളി ഖന്നയുടെ പോർട്ട്ഫോളിയോയിലെ ഒരു ഓഹരിയുടെ അനാലിസിസ് തന്നെ ഇന്ന് ബോണസായി നമുക്ക് നടത്തി നോക്കാം. അവരുടെ പ്രിയപ്പെട്ട ഒരു ഓഹരി നിലവിൽ 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണുള്ളത്. മികച്ച ലാഭവിഹിതം നൽകുന്ന ഈ കമ്പനിയുടെ ഓഹരി വില കുറഞ്ഞ ഇറക്കുമതിയെക്കുറിച്ചുള്ള ഭയം, മാർജിൻ സമ്മർദ്ദം, കഴിഞ്ഞ 6 മാസമായി വിപണിയിൽ ഉണ്ടായിട്ടുള്ള അനിശ്ചിതത്വം എന്നിവ മൂലം വലിയ തകർച്ചയാണ് നേരിട്ടിരിക്കുന്നത്. ഒരു സാധാരണ നിക്ഷേപകനാണെങ്കിൽ പുതിയ ട്രെൻഡുകൾക്ക് പിന്നാലെ പോകാതെ ഈ ഓഹരികൾ നേരത്തെ തന്നെ വിറ്റൊഴിച്ചേനെ. എന്നാൽ ഡോളി ഖന്ന അങ്ങനെയല്ല. അവർ ഇപ്പോഴും ഈ ഓഹരി കൈവശം വെക്കുകയും കനത്ത നഷ്ടത്തെ അതീവ ശാന്തതയോടെ നേരിടുകയും ചെയ്യുന്നു. സദേൺ പെട്രോകെമിക്കൽ എന്ന കമ്പനിയാണിത്. 1993 സ്ഥാപിതമായ സദേൺ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് യൂറിയയും നൈട്രജൻ അടങ്ങിയ രാസവളങ്ങളും നിർമ്മിച്ചു വിൽക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കമ്പനിയാണ്. 1224 കോടി രൂപ വിപണി മൂല്യമുള്ള ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളിൽ പ്രാഥമിക പോഷകങ്ങൾ, ദ്വിതീയ പോഷകങ്ങൾ, വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ, ജൈവവളങ്ങൾ, കീടനാശിനികൾ, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്നുണ്ട്. ഡോളി ഖന്ന 32 കോടി രൂപ വിലമതിക്കുന്ന 1.7% ഓഹരികൾ കമ്പനിയിൽ വാങ്ങിയിരുന്നു. ഡിസംബർ 2025 ആയപ്പോഴേക്കും ഈ ഒരു ഓഹരി പങ്കാളിത്തം 2.6% വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മൂല്യം 30 കോടി രൂപയാണ്. കമ്പനിയുടെ പ്രത്യേകത അതിന്റെ മികച്ച ഡിവിഡൻഡ് ഈൽഡാണ്. നിലവിൽ 3.3% ഡിവിഡൻഡ് ഈൽഡ് കമ്പനിക്കുണ്ട്. ഈ മേഖലയിലെ മറ്റ് കമ്പനികളുടെ ശരാശരി വെറും 0.1% മാത്രമാണ്. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ ഈ ഓഹരിയിൽ 100 രൂപ നിക്ഷേപിച്ചാൽ കമ്പനി വർഷം തോറും 3
1.3 രൂപ നിക്ഷേപകർക്ക് തിരികെ നൽകുന്നു. മൂലധനം ഭൂരിഭാഗവും ഉയർന്ന ചെലവുള്ള പ്രവർത്തനങ്ങളിലേക്ക് വീണ്ടും നിക്ഷേപിക്കുന്ന ഒരു മേഖലയിൽ ഇത് അസാധാരണമാണ്. ഓഹരി വിലയിടിവിന്റെ കാരണത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി ഒന്ന് പരിശോധിക്കാം. 2020 സാമ്പത്തിക വർഷത്തിൽ 2079 കോടി രൂപയായിരുന്ന കമ്പനിയുടെ വിൽപ്പന 2025 സാമ്പത്തിക വർഷത്തിൽ 3086 കോടി രൂപയായി വളർന്നു. അതായത് 8% വാർഷിക വളർച്ച. 2025 ഡിസംബറിൽ അവസാനിച്ച 2026 സാമ്പത്തിക വർഷത്തിലെ 3 പാദങ്ങളിൽ മാത്രം 2372 കോടി രൂപയുടെ വിൽപ്പനയാണ് കമ്പനി രേഖപ്പെടുത്തിയത്. ഇതേ കാലയളവിൽ എബിറ്റ 113 കോടിയിൽ നിന്ന് 284 കോടി രൂപയായി ഉയർന്നു. അതായത് ഏകദേശം 21% വാർഷിക വളർച്ച. 2025 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ 254 കോടി രൂപയുടെ എബിറ്റ കമ്പനി നേടിയിട്ടുണ്ട്. 2020 67 കോടി രൂപയായിരുന്ന അറ്റാദായം 2025 156 കോടി രൂപയായി വളർന്നു. അതായത് 19% വാർഷിക വളർച്ച. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 3 പാദങ്ങളിൽ തന്നെ 182 കോടി രൂപയുടെ അറ്റാദായം കമ്പനി രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിനാൽ 2026 സാമ്പത്തിക വർഷം കമ്പനിയെ സംബന്ധിച്ച് വളരെ കരുത്തുറ്റതാകുമെന്ന് വ്യക്തമാണ്. സദേൺ പെട്രോ കെമിക്കൽസിന്റെ ഓഹരി വില 2021 മാർച്ചിൽ ഏകദേശം 32 രൂപയായിരുന്നു. ഇപ്പോൾ 61 രൂപയാണ്. ഇത് ഓഹരിയുടെ 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയാണ്. 2025 ഡിസംബറോടെ വിദേശ നിക്ഷേപകരുടെ പങ്കാളിത്തം 6.5% നിന്ന് 4.92% കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ 2025 ജൂണിനും സെപ്റ്റംബറിനും ഇടയിൽ വായ്പകൾ 471 കോടിയിൽ നിന്ന് 722 കോടി രൂപയായി ഉയർന്നത് ആശങ്കയ്ക്ക് കാരണമായി. ഇതോടെ ഓഹരി വില അതിന്റെ 52 ആഴ്ചയിലെ ഉയർന്ന നിരക്കിൽ നിന്ന് പകുതിയായി കുറഞ്ഞു. വാല്യുവേഷന്റെ കാര്യം എടുത്താൽ കമ്പനിയുടെ ഓഹരി 6 times PE അനുപാതത്തിലാണ് വ്യാപാരം നടത്തുന്നത്. എന്നാൽ മേഖലയിലെ ശരാശരി 18 times ആണ്. കമ്പനിയുടെ 10 വർഷത്തെ മീഡിയം PE 10 times ആണ്. 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയിട്ടും ഓഹരി ഒരു മികച്ച വാല്യൂ വേഴ്സസ് പ്രൈസ് അവസരം നൽകുന്നു. 2025 സെപ്റ്റംബർ അവസാനത്തോടെ കടം 722 കോടിയായി ഉയർന്നെങ്കിലും 2025 ഡിസംബർ അവസാനത്തോടെ അത് 449 കോടി രൂപയായി കുറയ്ക്കാൻ കമ്പനിക്ക് സാധിച്ചു. വിദേശ നിക്ഷേപകരുടെ വിൽപ്പന വിപണിയെ ഭയപ്പെടുത്തിയെങ്കിലും 2026 9 മാസത്തിനുള്ളിൽ നേടിയ 182 കോടി രൂപയുടെ റെക്കോർഡ് ലാഭം കാണിക്കുന്നത് കമ്പനിയുടെ ബിസിനസ് അടിസ്ഥാനപരമായി ശക്തമാണെന്നാണ്. ക്ഷമയുള്ള നിക്ഷേപകരെ സംബന്ധിച്ച് കടം കുറയ്ക്കുന്നതിലൂടെ കമ്പനി മുന്നോട്ട് പോകുമ്പോൾ ലഭിക്കുന്ന ഡിവിഡന്റ് വരുമാനം ഒരു സുരക്ഷാ വലയമായി പ്രവർത്തിക്കും. ഒരുപക്ഷെ ഡോളി തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ സാധ്യതയിലേക്കായിരിക്കാം. അനാലിസിസ് കേട്ടിട്ട് ഈ ഇടിവ് അവസരമാണോ അതോ ട്രാപ്പ് ആയാണോ തോന്നുന്നത്?